ഇപ്പൊ നവമി കാണിച്ചു എന്തോരം വെറൈറ്റി പുലികളാണുള്ളത്. വാ അടച്ചു വെച്ച പുലിയെ വരച്ചിട്ടുണ്ട്, തുറന്നു വെച്ചുണ്ട്, ഫ്ലൂറസെന്റ് ഉണ്ട്. അങ്ങനെ എത്ര ഗംഭീര കാഴ്ചകളാണ് അല്ലേ രഞ്ജിത്ത്? നവമി എപ്പോഴേക്കാണ് നമുക്ക് ഈ പുലികളുടെ ഒരു പുലിക്കളി ഉണ്ടല്ലോ അത് കാണാനാകുക? എത്ര മണിക്ക് അതൊക്കെ ആരംഭിക്കും? ഇത്തവണ ഈ വയനാടിന്റെ ഒരു പശ്ചാത്തലമുണ്ട് എങ്കിൽ കൂടി ഗംഭീരമായി തന്നെ ആയിരിക്കുമല്ലോ അല്ലേ പരിപാടികളെല്ലാം? അതെ രഞ്ജിത്ത്, തുടക്ക സമയത്ത് ഈ വയനാടിന്റെ ഒരു നമുക്കറിയാം, വയനാടിന്റെ ഒരു സാഹചര്യം, ആ ഒരു ദുഃഖത്തിൽ നമ്മളും പങ്കുചേരണം, അതുകൊണ്ട് ആഘോഷങ്ങളെല്ലാം ഒഴിവാക്കാമെന്ന് തുടക്കത്തിൽ കോർപ്പറേഷനൊക്കെ വ്യക്തമാക്കിയിരുന്നു. പക്ഷെ പിന്നീട് ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു പങ്ക് വയനാട്ടിലേക്ക് കൊടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിച്ചേരുകയായിരുന്നു. അങ്ങനെയാണ് പിന്നെ അത്തച്ചമയം എല്ലാ വർഷത്തെയും പോലെ അതിഗംഭീരമായി ഇത്തവണയും ആഘോഷിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്. ഏകദേശം 8:30 മണിയോടുകൂടി മന്ത്രി സ്പീക്കർ എം ഷംസീർ ഇവിടെ എത്തും. അദ്ദേഹമാണ് പതാക ഉയർത്തുന്നത്. അതോടൊപ്പം തന്നെയാണ് മന്ത്രി പി രാജീവും മറ്റ് വകുപ്പ് മന്ത്രിമാരും ഒക്കെ ഇവിടെ എത്തുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ആഘോഷമായിരിക്കും. അതിനുശേഷം ഓരോ കലാരൂപങ്ങളായി നമ്മുടെ തൃപ്പൂണിത്തുറയുടെ നഗരികളിലേക്ക് ഇറങ്ങിത്തുടങ്ങും. ഏകദേശം 52ഓളം കലാരൂപങ്ങളുണ്ട്. അതിൽ മലയാളത്തിന്റെ, നമ്മുടെ കേരളത്തിന്റെ ഒക്കെ തനിമ വിളിച്ചോതുന്ന രീതിയിലുള്ള കലാരൂപങ്ങളുണ്ട്. അതോടൊപ്പം 12 നിശ്ചല ദൃശ്യങ്ങളുമുണ്ട്. അതായത് ഈ സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയിട്ടുള്ള നിശ്ചലമായിട്ടുള്ള ഫ്ലോട്ടുകളും ഇവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ ഒപ്പം തന്നെ വാദ്യമേളങ്ങൾ, ചെണ്ടമേളങ്ങൾ ഉണ്ടാകും, പഞ്ചാരിമേളം, അങ്ങനെ എല്ലാ വിധത്തിലുള്ള മേളങ്ങളുണ്ടാകും. ഇത് ഇപ്പോൾ കാണുന്നത് ഈ പടയണിയുടെ അവസാനം, നമുക്കറിയാം പടയണി തലയിൽ വെക്കുന്ന ആ വ്യക്തി ഇവിടെ തലയിൽ ഉണ്ടാകുന്നതാണ്. അതിന്റെ ഏകദേശം ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. ഏകദേശമൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. ഇതൊക്കെ വെച്ചിട്ടാണ് ഇവര് ഈ തൃപ്പൂണിത്തുറ നഗരിയിലേക്ക് ഇറങ്ങുക. ഇത് ഏകദേശം 9 മണിക്ക് ഇവിടെ നിന്ന് ആരംഭിക്കുന്നത്. സാധാരണ 2 മണിയോടുകൂടിയൊക്കെ തിരിച്ച് അമ്പലം, പൂർണ്ണത്രയേശ്വരി അമ്പലം ചുറ്റി തിരിച്ച് എത്തേണ്ടതാണ്, ഈ ഗ്രൗണ്ടിൽ തന്നെ എത്തേണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒത്തിരി താമസിച്ചു. ഏകദേശം 2 മണിക്കൂർ വൈകിയാണ് അവസാനമായ ഈ ഗ്രൗണ്ടിലേക്ക് എത്തിയത്. അതിന് കാരണം നമുക്കറിയാം, ആളുകളൊക്കെ ഈ തൃപ്പൂണിത്തുറക്കാർ മാത്രമല്ല, കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ആൾക്കാർ ഈ ഒരു ദിവസം തൃപ്പൂണിത്തുറയിലേക്ക് എത്താൻ കാത്തിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അതുകൊണ്ട് അവരിവിടെ എത്തുന്ന സമയത്ത് അവര് ഒക്കെ ഈ ഭാഗത്തൊക്കെ ഇത് കാണാൻ കാത്തു നിൽക്കും. അതുകൊണ്ട് വളരെ വൈകിയാണ് എല്ലാ വർഷവും ഇവിടെ എത്തിച്ചേരുന്നത്. നമുക്കറിയാം, റോഡ് പൂർണ്ണമായും ഗതാഗത നിയന്ത്രണമുണ്ട്. പലയിടങ്ങളിലൊക്കെ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. വടക്കേക്കോട്ട, തൃപ്പൂണിത്തുറ, SN കോളേജ് ആ ഭാഗങ്ങളെല്ലാം തന്നെ ബാരിക്കേഡ് വെച്ച് മറച്ചിട്ടുണ്ട്. അതിന് പുറകിൽ നിന്ന് മാത്രമേ ആളുകൾക്ക് ഇത് വീക്ഷിക്കാൻ കഴിയുകയുള്ളൂ. പ്രാധാന്യം. ഏതായാലും ഇനിയുള്ള 10 ദിവസം നമുക്ക് ഓണാഘോഷത്തിന്, സന്തോഷത്തിന്റെ, സമൃദ്ധിയുടെ, ഐശ്വര്യത്തിന്റെ, നല്ല നല്ല കാഴ്ചകളുടെ, മനസ്സിന് കുളിർമയേകുന്ന ഒരുപാട് കാഴ്ചകളുടെ നാളുകളാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ഈ ഓണം പർച്ചേസിംഗ് കഴിഞ്ഞോ? അതെ, ഞാൻ കഴിഞ്ഞു ഓണം പർച്ചേസിംഗ്. എന്തൊക്കെ വാങ്ങി? വീട്ടിലെല്ലാവർക്കും ഡ്രസ്സ് വാങ്ങുക അതൊരു ശീലമാണല്ലോ. തിരുവനന്തപുരത്ത് നിന്ന് തന്നെ കൊണ്ട് നാട്ടിലേക്ക് പോണം. എങ്ങനെയുണ്ടായിരുന്നു പർച്ചേസിംഗ്? കുഴപ്പമില്ലായിരുന്നു. നല്ല ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാ കടകളിലും. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോയി. എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ തുടങ്ങിയില്ല. അവര് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരും അല്ലെ? ഇവിടെ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് ഒരുപാട് കാണാൻ നല്ല കാഴ്ചകൾ കൂടിയുണ്ട്. എക്സിബിഷൻ ഇല്ല, നമ്മുടെ ഈ തൊട്ടടുത്ത എക്സിബിഷൻ നടക്കുന്നുണ്ട്. പക്ഷേ ഓണാഘോഷം ലൈറ്റ് കാണാനായിട്ട് നല്ല ലൈറ്റിംഗും മറ്റും രാത്രിയിലുണ്ടാവും. അതൊന്നും ഇല്ല. ഈ ഒരു വയനാടിന്റെ പശ്ചാത്തലത്തിലാണ് അത് ഒഴിവാക്കിയത്. പക്ഷെ ചില ആളുകൾ ചോദിക്കുന്നുണ്ട് ഈ അത്തച്ചമയവും പുലിക്കളിയും ഒക്കെ എന്തിനാ നടത്തുന്നത് എന്നുള്ളത്. പക്ഷെ നവമി സൂചിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വ്യാപാരികൾ ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പരാതി അതാണ്. കാരണം അവർക്ക് ജീവനോപാധി 10 ദിവസമാണ് അവരുടെ കച്ചവടം. പക്ഷേ കച്ചവട സ്ഥാപനങ്ങളിൽ തിരക്കിന് കുറവൊന്നുമില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ സിറ്റി കൂടെ പോയപ്പോൾ ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് ഈ വസ്ത്ര വ്യാപാരശാലകളിലാണ്. ആൾക്കാർക്ക് കയറാൻ പറ്റാത്തതുപോലെ തിരക്കാണ് അവിടെ. എന്തായാലും നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് സന്തോഷത്തോടു കൂടി ഇരിക്കാം എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും നവമിയിലേക്കും അത്തച്ചമയ കാഴ്ചകളിലേക്ക് നമുക്ക് മടങ്ങി എത്താം.